ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ റിവ്യൂസും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പാർട്ട് ഓഫ് ഡെയിലി വ്ളോഗിൻ്റെ ഒരു ചെറിയൊരു രണ്ട് സാധനം കഴിച്ചതിൻ്റെ രണ്ട് വീഡിയോ ഉണ്ട് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 4-5 പ്രൊഡക്റ്റ് എല്ലാം ഒരു ദിവസം എനിക്ക് റിസീവ് ആയതല്ല, ഇതൊക്കെ വെവ്വേറെ ദിവസം കിട്ടിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ വീഡിയോ ഇടാൻ ലൈറ്റായിപ്പോയി, അതാണ് ഇപ്പോൾ ഇടണത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷ ഉണ്ടാവും, അതേ ഇരട്ടി പ്രതീക്ഷ തന്നെയായിരുന്നു ഓരോ സാധനങ്ങൾ പൊളിക്കുമ്പോഴും എനിക്കുണ്ടാവുക. ഞാൻ ഈ ഒരു ഐറ്റം മീഷോ എന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. ഇത് നമ്മൾ BBQൻ്റെ ക്രീമാണ്, സ്മൂത്ത് അപ്ലിക്കേഷനിലാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് സാധനം. അപ്പോൾ ഇതിലെങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 7 Seas എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയിൽ നിന്ന് കേട്ടോ, മീഷോന്ന് നല്ല ഓഫറിലാണ് എനിക്കത് കിട്ടിയത്. ഇപ്പോൾ മീഷോയിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിലൊക്കെ ബിഗ് ബില്യൺ സെയിൽ നടക്കുന്നുണ്ട്. ഞാൻ അറിയാത്തവർക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഫ്ലിപ്കാർട്ടിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തേക്കാണ് ബിഗ് ബില്യൺ ഡേയ്സ് നടക്കുക കേട്ടോ. പല സാധനങ്ങളും നല്ല ഹൈലി കോസ്റ്റിൻ്റെ സാധനങ്ങളും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് റിസീവ് ആവും. അപ്പം ഞാൻ ഇതാണ് കേട്ടോ അതിൻ്റെ ബോട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് അങ്ങനെ നെക്കിയിട്ടും വരുന്നില്ല പ്രസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു. ഞാനിനി ഇതന്നെ ഞാൻ കൈമേലൊന്ന് അപ്ലൈ ചെയ്യേണ്ട, അതിൻ്റെ മാറ്റം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുള്ള മാറ്റം. ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ എൻ്റെ എക്സാമിൻ്റെ ടൈമിലായിരുന്നു. പക്ഷേ എക്സാം കഴിയണവരെ എന്താണെന്ന് മുഖത്തിനൊന്നും ഒരു ബ്ലറിങ്ങോ ഒന്നും നമ്മൾ മുഖത്തിന് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതെന്താ നിങ്ങൾ കാണിച്ചു തരാം. കാണിച്ചു തരാം കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനത്തെ പേപ്പർ കവർ ആകുമ്പോൾ ചീന്താൻ നല്ല എളുപ്പമുണ്ടാവും. ഇത് നൈറ്റ് ബേണറിൻ്റെ ഫാറ്റ് ലോസിൻ്റെ ഒരു മെഡിസിനാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. തടി വല്ലാണ്ട് ഓവർ ആവുന്നുണ്ട് എന്നുള്ളൊരു ടൈമിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വാങ്ങാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് പരീക്ഷിക്കാനും ഇതെങ്ങാനും ഏതുമലോ ആവച്ചാൽ നമ്മൾ തടി കുറയണതിൽ റിസൾട്ട് നമ്മൾ കണ്ടെത്തോളം നമ്മൾ ഓരോ ഐറ്റംസ് വാങ്ങി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതെല്ലാം നമ്മൾ സത്യം പറഞ്ഞാൽ കേടായിട്ട് നമ്മളെ ബോഡിക്കല്ലേ കൊടുക്കുന്നത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി കൂടുതലായിട്ടും ഞാൻ എൻ്റെ വീഡിയോസുകളിൽ അധികം ഓൺലൈൻ പ്രോഡക്റ്റ് തന്നെ ഉണ്ടാവുക. പിന്നെ കുറേ അവിടെ ഇവിടെയൊക്കെ പോയതും കുറേ വെറൈറ്റീസ് ഐറ്റംസൊക്കെ ടെസ്റ്റ് ചെയ്തത്, പരീക്ഷ നോക്കിയത്, അങ്ങനത്തെ വീഡിയോസായിട്ടോ കൊടുക്കുക. അല്ലാതെ എനിക്കൊരു ഡെയിലി വ്ളോഗായിട്ടൊന്നും എനിക്കെടുക്കാനുള്ള ടൈമില്ല. കാരണം എനിക്കിപ്പോൾ എക്സാം റണ്ണിങ് ആണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ ഇടാൻ തന്നെ ലേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആയാലും ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ട് ഇടാം കേട്ടോ ഞാൻ. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമ്പോൾ തന്നെ ഉണ്ട് കീപ്പ് പ്ലേസ് ബേബീസ് കുട്ടികളുടെ ഇടയിലൊന്നും വെക്കരുത്. അതേപോലെ കൂൾ ഡൗൺ ആയിട്ടുള്ള പ്ലേസിലൊക്കെ പ്ലേസ് ചെയ്യുക. അതുപോലെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ അഡ്വർടൈസ് തന്നെ ഇതുമ്പോൾ തന്നെ അവർ കുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കീപ്പ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു കോംബോ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ തന്നെ കോംബോ സെറ്റ് വേറൊരു മെഡിസിനും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിക്കാനുള്ളൊരു മെഡിസിനാണ് കേട്ടോ. ഇതിൽ വന്നിട്ടുള്ള ഒരു വൈറ്റ് ടാബ്ലറ്റാണ്, അതിൽ വന്നിട്ടുള്ള റെഡ് ടാബ്ലറ്റാണ് കേട്ടോ. പക്ഷേ ഇത് നന്നായിട്ട് നൈറ്റ് ബേണർ എന്നൊക്കെയാണ് പറയണത്. പക്ഷെ എനിക്കിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ യൂസ് ചെയ്ത് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളെ വെറുതെ ഇത് വാങ്ങിയിട്ട് നിങ്ങൾക്കൊരു എഫക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ അത് കാര്യമില്ലല്ലോ. പിന്നെ അടുത്ത പ്രൊഡക്റ്റാണ് ഈ ഒരു പേക്ക്. ഓരോ പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കൊരു ആകാംക്ഷയുണ്ട്, ഇന്ന പ്രൊഡക്റ്റിൽ എന്താണ്, നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് തന്നെയാണോ നമുക്ക് റിസീവ് ആവുക, അതുപോലെ ഇനി സൈസിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, റിട്ടേൺ ആക്കേണ്ടി വരുമോ, അതുപോലെ എങ്ങനെയാണ് ഇനിയിപ്പോൾ സൈസിൽ വേരിയേഷൻ കുറഞ്ഞിട്ടാണോ ഇത് കിട്ടിയത് അങ്ങനെ. കാരണം നമ്മളിത് കണ്ടിട്ട് ഡയറക്റ്റ് എടുക്കില്ലല്ലോ, നമ്മളെ ഒരു ഫോട്ടോ പേരിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കല്ലേ.
അപ്പോൾ ഇത് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനിത് ഇത് നിങ്ങൾ കാണിച്ചു തരാം. ഇതാണെങ്കിൽ ഇതാ ഒരു റെഡ് കവറിൽ, റെഡല്ല പിങ്കിഷ് ആയിട്ടുള്ളൊരു കവറിലാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പിങ്ക് കവർ നമുക്ക് ഓപ്പൺ ആക്കി നോക്കിയാലോ. അപ്പം ഞാനിതാ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് പിങ്ക് ഐറ്റംസ് തന്നെയാണ് കേട്ടോ. പിങ്ക് കവറും പിങ്ക് ഐറ്റംസും എങ്ങനെയുണ്ട്, മാച്ചല്ലേ? അപ്പോൾ ഞാനിതാ ഇത് ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണിച്ചത് ഇതേ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ഐറ്റംസ് ഇതാണ് കേട്ടോ. ഈ ഒരു നൈറ്റ് ഞാൻ ചെക്കിൽ വന്നിട്ടുള്ള നൈറ്റ് ഞാൻ കുറേ ആയി അന്വേഷിക്കണം. അങ്ങനെ തിരഞ്ഞ് നമ്മൾ വേറൊരു മിന്ത്രാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ, അല്ല ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ്, ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. ലീഫ്ലിയോ എന്ന് പറഞ്ഞിട്ടുള്ള നൈറ്റീസിൻ്റെ ഒരു അടിപൊളി സൈറ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്ത് വയ്ക്കാൻ മതി. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ കുറേ നല്ല നല്ല പൊളി മാക്സികൾ അവരുടെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. ലീഫ്ലിയോ എന്ന് പറഞ്ഞിട്ട് അവരുടെ സൈറ്റിൻ്റെ പേര്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെയല്ല, ഇതിലും ബെറ്ററായിട്ട്, ഇതിലും ഉഷാറായിട്ട് ചെക്ക് തന്നെ വന്നിട്ടുള്ള നൈറ്റീസ് ഒരുപാട് അവരുടെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിയലായിട്ടുള്ളത് പിക്ചറും കാണിച്ചു കേട്ടോ. റിയലല്ല, ഇതാണ് അവർ ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ. കണ്ടില്ലേ? ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാക്കിലുണ്ട് വന്നിട്ടുള്ളത്. ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം ഇതുവരെ ചാക്കിലൊന്നും എനിക്ക് ഡെലിവറി റിസീവ് ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചാക്കിൽ ഡെലിവറി റിസീവ് ആവണത്. അപ്പോൾ ഈ ഒരു ചാക്ക് ക്ലോത്തിൽ കിട്ടിയ ഡെലിവറി എന്താണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്യണ്ടേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എന്നെപ്പോലെ തന്നെ ക്യൂരിയോസിറ്റി ഉള്ള ആളുകളായിരിക്കും നിങ്ങളും. ഇതെന്താന്ന് കാണുന്നങ്ങൾക്കുണ്ടാവും ഒരു ചിന്ത, ഇതെന്താന്ന്, അത് കാണാനുള്ളൊരു ത്രില്ല്. അതേ ത്രില്ലിനായിരുന്നു എനിക്കിത് കയ്യിൽ കിട്ടുമ്പോഴുണ്ടാവുക കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നമ്മളെ ഫ്ലിപ്കാർട്ടിൻ്റെ ഗ്രോസറി പർച്ചേസിങ് ആയിട്ട്. ഗ്രോസറിയിൽ നിന്ന് ഒരു കഴിക്കാൻ വേണ്ടിയിട്ട് 2 സാധനങ്ങൾ പർച്ചേസ് ചെയ്തതാണ്. വൈകുന്നേരം ആയാൽ പിന്നെ ചായ കുടിക്കണതിന് കടിക്ക് വേണ്ടിയ സത്യം പറഞ്ഞാൽ. അപ്പോൾ ചായ കുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കടി ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഗ്രോസറി ഐറ്റംസുകളൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അതുപോലെ എപ്പോഴും നമ്മൾ എന്താ പറയല്, ഇവിടെ നമ്മൾ ഷോപ്പൊക്കെ നമ്മളെ ടൗണൊക്കെ തന്നെ പോലെ നടക്കൂലല്ലോ. അപ്പോൾ നമ്മൾക്ക് വീട്ടിലിരുന്ന് ഇത് കയ്യിൽ റിസീവ് ആവുന്ന കോലത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്കതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് യൂസ് ചെയ്യാമല്ലോ. ഫസ്റ്റ് തന്നെ ഞാൻ എന്താ വാങ്ങിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇത് കണ്ടോളി, ഡയറ്റൊക്കെ എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. ന്യൂട്രി ചോയ്സിൻ്റെ ബിസ്ക്കറ്റാണ്. ഡയറ്റും അതുപോലെ ഇനിയിപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബിസ്ക്കറ്റ് ഉണ്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്താൽ വീണ്ടും മസ്റ്റായിട്ട് നിങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു ബിസ്ക്കറ്റാണ്. ഇതിൽ ഓട്സ് ഉണ്ട്, ബദം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബോഡിക്ക് ഹെൽപ്പായിട്ടുള്ള ബിസ്ക്കറ്റാട്ടോ. ഹെൽത്തി ന്യൂട്രീഷനും കിട്ടുന്ന ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പേക്കുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ബിസ്ക്കറ്റിൽ ഈ ഒരു പേക്കിൽ ഒരു 3-4 ബിസ്ക്കറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറ്റൊക്കെ നമ്മൾ എടുക്കുന്ന ആളുകൾക്ക് അത് യൂസ്ഫുൾ ആവും. പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഇതിൽ കണ്ടില്ലേ, 3-4 ബിസ്ക്കറ്റ്. ഇതാ ഞാൻ പറഞ്ഞ 3 ബിസ്ക്കറ്റ്, ചെറിയ ബിസ്ക്കറ്റ്, വലിയ ബിസ്ക്കറ്റൊന്നുമല്ല. അപ്പോൾ മധുരം വേണ്ട, മധുരം ഇനി മുതൽ കഴിക്കണില്ല, ഇനി മുതൽ നിർത്തുകയാണ്, അങ്ങനെയൊക്കെ നല്ല പ്ലാൻഡായിട്ട് നല്ല മനസ്സിന് കട്ടി കൊടുത്ത് ചെയ്യുന്ന ആളുകളുണ്ടാവില്ലേ, അവർക്കൊക്കെ നന്നായിട്ട് ബെനിഫിറ്റ് ആവും. അപ്പം അടുത്ത പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് ഇതൊന്നും ഞാൻ പൊളിച്ച് തരാം, ഇത് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇത് ഉസ്മാനിയ ബിസ്ക്കറ്റ് ആട്ടോ. ഈ ഉസ്മാനിയ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ഇതാ
മാത്രമായിട്ടും ഒരട്ടം കഴിച്ചാൽ വീണ്ടും സ്റ്റോക്ക് ചെയ്യാൻ റീസ്റ്റോക്ക് ചെയ്യാൻ തോന്നുന്നൊരു ബിസ്ക്കറ്റാട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഇത്. എനിക്കെപ്പോഴും എൻ്റെ വായൻ്റെ ഒരു ടേസ്റ്റാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വായിക്ക് എപ്പോഴും ഈ ഉസ്മാനിയ ബിസ്ക്കറ്റ് ഒരട്ടം റീസ്റ്റോക്ക് കഴിഞ്ഞാൽ, ഔട്ട് ഓഫ് സ്റ്റോക്ക് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ തോന്നുന്നൊരു പ്രൊഡക്റ്റാട്ടോ ഇത്. ഇതെത്ര കഴിച്ചാലും ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് പോകൂല. കാരണം നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബിസ്ക്കറ്റ്. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു 2-3 കഴിച്ചു. പിന്നെ ബാക്കിയുള്ളത് പിന്നെ ഒരു ബോട്ടിൽക്കാക്കി വെക്കണം. വൈകുന്നേരം ചായക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊരു ബോട്ടിൽക്ക് ഇട്ട് വെക്കുക. അങ്ങനെ പിന്നെ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഐറ്റംസുകൾ കണ്ടില്ലേ. ഞാൻ അടുത്തത് പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഓരോ ബിസ്ക്കറ്റുകൾ ഞാൻ അതിലോട്ടിട്ട് വെക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഓരോന്ന് ഇങ്ങനെ. ഇത് കുറച്ച് ഇതിലുള്ളത് ഇട്ടപ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട്. അപ്പം മോള് പറഞ്ഞു അമ്മച്ചി ഇതിൽ സ്പേസ് കഴിഞ്ഞ് എന്ത് ചെയ്യാന്ന്. അപ്പം ഞാൻ പറഞ്ഞു ടാപ്പ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ സ്പേസ് കിട്ടുമെന്ന്. അപ്പോൾ പിന്നെ ഒരു ടാപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനും കൂടെ അതിലോട്ട് ഫില്ല് ചെയ്ത് നിറച്ച് ഒരു 2-3 ബിസ്ക്കറ്റുള്ളായിരുന്നു ബാലൻസ് സ്റ്റോക്ക്. അപ്പോൾ അതും കൂടി നിറച്ച്. പിന്നെ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ മുതലായിട്ടാ ചെയ്യണത്. ബാക്കിയൊക്കെ അതിൻ്റെ മുമ്പ് കിട്ടിയിട്ടുള്ള ഓരോ ഐറ്റംസ് ആയിരുന്നു, ഓരോ ദിവസം റിസീവ് ഐറ്റംസ്. ഇന്നലെ പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ഈ ഒരു ലോഡഡ് ഫ്രൈസ് കഴിച്ചു കേട്ടോ. എനിക്കിങ്ങനെ ജങ്ക് ഫുഡൊന്നും ഞാൻ അധികം ഓർഡർ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് കഴിക്കണം തോന്നും, എനിക്ക് പൂതിയാകുമ്പോഴത്തെ ഞാനൊന്ന് ഓർഡർ ചെയ്യും. അത് എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലൊക്കെ കഴിക്കണം എന്ന് പൂതിയാകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ തലേന്ന് ഷവർമ്മ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഓരോന്നിനും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ലോഡഡ് ഫ്രൈസ് എനിക്ക് എന്താ അറിയില്ല, എനിക്കിത് വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം ഇത് ഫുള്ളും ഞാൻ തന്നെയാണ് കഴിച്ചത്. അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധനം വാങ്ങിയിട്ട് നമുക്കിത് ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. അത്രയും ക്യാഷൊക്കെ കൊടുത്തിട്ട് നമ്മളിത് വാങ്ങിയിട്ട് പിന്നെ അത് നമ്മൾ വലിച്ചെറിയാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഫുഡിന് നമ്മൾ ഇപ്പോഴാണെങ്കിൽ നമ്മൾ കഴിക്കണ ഫുഡിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക. കാരണം നാളെ നമുക്ക് ചിലപ്പോൾ ഇതേ ഫുഡിൽ തന്നെ നമുക്ക് പഠിച്ചോനെ പരീക്ഷണങ്ങൾ തന്നാലോ. അപ്പോൾ അതുമാത്രമല്ല, നമ്മളെപ്പോലത്തെ എത്രയോ വ്യക്തികളുണ്ട്, നോർമൽ ഫുഡ് പോലും കഴിക്കാൻ കിട്ടാത്ത ആളുകൾ ഇഷ്ടം പോലെ നമ്മളെ ലോകത്ത്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് നമ്മൾ പരീക്ഷിക്കാൻ കിട്ടണമെങ്കിൽ നമുക്ക് ലക്കല്ലേ. അതൊന്നും ആലോചിക്കാമല്ലോ. ഇതും കഴിക്കാത്ത എത്രയോ ആളുകളുണ്ട്. എപ്പോഴും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക. അതേപോലെ നമ്മൾ മുകളിൽ ഉള്ള ആളുകളിലോട്ട് ഒരിക്കലും നമ്മൾ ഇറങ്ങി ചിന്തിക്കരുത്. നമ്മൾ താഴെയുള്ള ആളുകളിലോട്ട് നമ്മളെപ്പോഴും നോക്കുക, താഴെയുള്ള ആളുകൾ കണ്ട് പഠിക്കുക, താഴെയുള്ള ആളുകളിലേക്ക് നമ്മൾ ചിന്തിക്കുക. ഇതൊക്കെയാണ് നമ്മൾ വേണ്ടത് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഈ ഒരു സാധനം കഴിച്ചപ്പോൾ നല്ല എനിക്ക് ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഭക്ഷണത്തെ കുറ്റം പറയില്ല. ഒരു എന്താ പറയുക, ഭയങ്കര ഉപ്പ് സോൾട്ടൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ അതേപോലെ മയോണൈസ് ഓവറായിരുന്നു. പിന്നെ മയോണൈസുള്ള ഐറ്റംസൊന്നും ഞാൻ വല്ലാണ്ട് കഴിക്കലില്ല. എനിക്ക് ഭയങ്കര പ്രശ്നം വരും മയോണൈസൊക്കെ കൂടുതലായാൽ. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ അവൽ മിൽക്കാട്ടോ. നല്ല സ്പെഷ്യൽ അവൽ മിൽക്ക്. പക്ഷേ ഇതൊക്കെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ചൂടൊക്കെ ആറിയിട്ട് നമ്മൾ എപ്പോഴും ഓൺലൈനായിട്ട് വീട്ടിലോട്ട് എത്തിക്കണതിന് പകരം നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ നല്ല ഹോട്ടലിൽ സാധനം കഴിക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ശരിക്കും കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഏത് ടേസ്റ്റില്ലാത്ത സാധനം അന്നേരം നമ്മൾ കയ്യിൽ ആ ചൂടോട് കൂടെ സ്പോട്ടിൽ കിട്ടുമ്പോൾ എന്ത് സാധനം ഭയങ്കര ടേസ്റ്റിക്കാരം അല്ലേ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി ഇതൊക്കെ കഴിച്ച് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഉച്ചക്ക് ചോറും തിന്നിട്ടില്ല. ഇതന്നെ ഒരു പ്ലേറ്റ് മതിയാവും. ചോറ് തിന്നേണ്ട പിന്നെ ആവശ്യം ഉണ്ടാവില്ല. കാരണം ഇത് ഫുള്ള് ഞാൻ തന്നെ കഴിച്ചത്, ഒഴിവാക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ അടുത്തുള്ള കുട്ടികളോ അടുത്തുള്ള അയൽവാസികളോ അങ്ങനെയൊന്നും കൊടുക്കാനും പറ്റില്ല. നമ്മൾ കഴിച്ചതിന് ബാക്കി അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെന്താ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഫസ്റ്റ്ക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ലാസ്റ്റിക്ക് എത്തിയപ്പോൾ ഭയങ്കര മടുപ്പിക്കുക, ഛർദ്ദിക്കാനൊക്കെ വരിക. പിന്നെ എന്താ വെച്ചാൽ ഒന്നായിട്ട് ഇങ്ങോട്ട് തിന്നതുകൊണ്ട് എന്താ അറിയില്ല. പിന്നെ അങ്ങോട്ട് ഭയങ്കര ഛർദ്ദിക്കാനും വരിക. പിന്നെ എന്താ അറിയില്ല. പിന്നെ അങ്ങോട്ട് മുഴുവനാക്കി. സത്യം പറഞ്ഞാൽ ഫുഡ് എന്തായാലും വാങ്ങിയതല്ല, അപ്പോൾ കഴിച്ച് തീർക്കുക. എന്തായാലും കുളിക്കാൻ പുഴയ്ക്ക് ഇറങ്ങി നനഞ്ഞ് ഇനി കുളിച്ച് കയറുക എന്നുള്ളൊരു ചൊല്ലില്ലേ, അതേപോലെ തന്നെ.
പിന്നെ അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ അവിൽ മിൽക്കാണ് കേട്ടോ. ഈ അവിൽ മിൽക്കും ഇതേപോലെ തന്നെയായിരുന്നു. ഞാനിവിടുത്തെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല തണുപ്പും അതിൽ ഐസ്ക്രീംസൊക്കെ മെൽറ്റായിട്ടൊരു വിധമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അവിൽ മിൽക്കിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിലും എനിക്ക് ഈ മധുരം, നല്ല മധുരം, ഒന്നിലും ഉപ്പും കൂടുതലൊരു ബർക്കത്തില്ല. നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ അതിലൊരു ബർക്കത്തില്ല എന്നുണ്ടെങ്കിൽ, ഈ ബർക്കത്തില്ല എന്നൊക്കെ പറയണത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ടല്ലേ. ഒന്നിലും ഉപ്പ് കൂടുതൽ, ഒന്നിലും മധുരം, തിന്നാൻ പറ്റാത്ത കോലത്തിൽ നമുക്ക് സാധനം കിട്ടുമ്പോൾ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ട്, അപ്പോൾ ഇതിലാണെങ്കിൽ എനിക്ക് മധുരം കൂടുതൽ അങ്ങനെ കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരും. എന്നിട്ടും ഞാൻ പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ ഇതൊരു വിധമൊക്കെ പകുതി ആക്കിയിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വെച്ച് പിന്നെ എപ്പോഴും കുടിക്കുക വെച്ചിട്ട്. ആദ്യമൊക്കെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. മധുരം ഉപ്പിന് അത്രയും ഉപ്പ് കഴിച്ച് കയറ്റിയതല്ല, അപ്പോൾ അതിനോട് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് അതെല്ലാം മാറി കഴിഞ്ഞ ശേഷം മധുരം കുത്താൻ തുടങ്ങി. ഇതെന്നതൊക്കെ ഛർദ്ദിക്കാൻ വരിക. കാരണം പിന്നെ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വൈകുന്നേരം ഫ്രീ ആയിട്ടിരിക്കണം. എല്ലാം കൂടി അപ്പം കഴിക്കാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ലല്ലോ. പിന്നെ എപ്പോഴേലും ഫ്രീ ആവുന്ന ടൈമിൽ കഴിക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇല്ലേ, നമ്മളോടൊപ്പം പോകണമെന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ചെറിയൊരു ഗ്ലാസ്സിലോട്ട് ഞാൻ മാറ്റി വെച്ചത് വീണ്ടും കഴിക്കുക. ഇതിൽ അവർ കുറേ ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള അവിൽ മിൽക്ക് തന്നെ ആയിരുന്നു കയ്യിൽ കിട്ടിയത്. പൈനാപ്പിൾ, മാംഗോ, പിന്നെ അതേപോലെ ആപ്പിളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയ പീസാക്കി ഇട്ടിട്ട്. അതേപോലെ കറമത്തിയോ പപ്പായ എന്നൊക്കെ പറയും അത്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത സാധനമല്ല കേട്ടോ. ഇതൊരു ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അതുകൊണ്ട് ഇത് നേരത്തെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷേ മോളിത് കണ്ടപ്പോൾ പറയാം, അമ്മച്ചി ഇത് എൻ്റെ സൈസല്ലല്ലോ, ഇത് എനിക്ക് വേണ്ടി ഞങ്ങൾ ഓർഡർ ചെയ്തത്, എന്തോ ഒരു വലിപ്പമുണ്ടത് എന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനിത് മോളെ 28 ഇഞ്ചിലാണ് ഇത് ഓർഡർ ചെയ്തത്. പക്ഷേ 28 ഇഞ്ചല്ല, 28 എന്ന് കാണിക്കുമല്ലോ നമ്മളെ ഈ ചെരുപ്പിൻ്റെ സൈസ്, അങ്ങനെയാണ് ഞാൻ അത് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് എന്താ പറയല്, ഇത്രയും വലിയതാണ്. ഫോട്ടോയിൽ കണ്ടപ്പോൾ ചെറുതാണ്, കുട്ടികളുടെ സൈസാണ്. പക്ഷേ നമുക്കത് പാകാമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പം എന്ത് ചെയ്തു, നമ്മൾ പറയില്ലേ ഒരു വെടിക്ക് ഒരു വെടിക്ക് വെച്ച പക്ഷി രണ്ട് പക്ഷിക്കൊണ്ട്, അങ്ങനെ എന്തൊരു ചൊല്ലില്ലേ, അതേപോലെ പോയി. ഓക്ക് വാങ്ങിയ സാധനം എനിക്കാണ് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അത് റിട്ടേൺ ആക്കണമെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, എനിക്കത് ഈ സാധനം ചെറുതന്നെ വേണം അമ്മച്ചി, ഇത് എന്തായാലും നിങ്ങൾ റിട്ടേൺ ആക്കണമെന്ന്. അങ്ങനെ അത് കാൽമേൽ ഇട്ടിട്ടുള്ള ലുക്കാട്ടത്. കാൽമേൽ ഇട്ടിട്ടുള്ള ലുക്ക് എങ്ങനെ ഉണ്ട്, ഇത് മാക്സിൻ്റെ ബ്രാൻഡഡ് ചെരുപ്പാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും കേടൊന്നും പോവില്ല. നല്ല രസമുണ്ട് ഇട്ടപ്പോൾ. എനിക്കത് റിട്ടേൺ ആക്കാനും തോന്നണില്ല ഗൈസ്. അങ്ങനെ പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഒരു ബാഗാട്ടോ. ഇത് ചുംബക്കിൻ്റെ ബാഗ്, നല്ല വില